Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഇരട്ട ചങ്കുകൾ ഒന്നായി. കാലടി സായി ശങ്കര ശാന്തി കേന്ദ്രത്തിൽ നടന്ന ഒത്തുചേരൽ ഇരട്ട വിസ്മയം അതീവ ഹൃദ്യമായിരുന്നു. സിനിമാ താരം കൃഷ്ണ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇരട്ടകളായി ജനിച്ചവരും വാർദ്ധക്യത്തിൽ നിരാലംബരായി ജീവിക്കുന്നവരും ഒത്തുചേർന്നു. കാലടി മാണിക്യമംഗലം സായി ശങ്കര ശാന്തി കേന്ദ്രത്തിൽ അത് ഇരട്ടി മധുരം പകർന്നു. 3 പേരായി ജനിച്ച 2 സംഘവും സംഗമത്തിൽ ഉണ്ടായിരുന്നു. ശരീരപ്രകൃതിയിലും രൂപത്തിലും ഭാവത്തിലും ആംഗ്യത്തിൽ പോലും ഒരുപോലെ തോന്നുന്ന അനേകം ഇരട്ടകൾ ഒത്തുചേർന്നപ്പോൾ അത് ഇരട്ട വിസ്മയം തന്നെയായി. ഇരട്ടകൾ അംഗങ്ങളായുള്ള വാട്സാപ്പ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ മുൻകൈയെടുത്ത് ഇരട്ട വിസ്മയം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 48 ഇരട്ടകൾ മാണിക്യമംഗലത്ത് സംഗമിച്ചു. ഒരുമിച്ചിരുന്ന് അനുഭവങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും സെൽഫി എടുത്തും അവർ ഒത്തുചേരൽ അവിസ്മരണീയമാക്കി. ഇരട്ടകളിൽ കൊച്ചുകുട്ടികളും യുവതീ യുവാക്കളും മുതിർന്ന ഇരട്ടകളും വരെ ഉണ്ടായിരുന്നു. സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയവരെ പ്രവേശന കവാടത്തിൽ റോബോട്ടിക് ആന സ്വാഗതം ചെയ്തു. സായി ശങ്കര ശാന്തി കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ആനന്ദവും സംതൃപ്തിയും പകരുന്നതായി ഇരട്ട വിസ്മയം. പ്രശസ്ത സിനിമാ താരം കൃഷ്ണയാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഇരിക്കുന്ന രീതികളും അവരെ ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ അവർ ഒരുമിച്ചാ ഇരിക്കുള്ളൂ. ഇപ്പൊ ഞാനൊന്നും പറയുന്നത് ഇവര് ശ്രദ്ധിക്കുന്നില്ല. ഇവര് ബിസി ഫോട്ടോ എടുക്കുകയാണ്. കാരണം അവർക്ക് അത് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം അവരൊരു ഫാമിലി പോലെയായിട്ട് ഇരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മാറുന്ന ഒരു സോഷ്യൽ കൾച്ചറിൽ ഇത്തരം ഒത്തുചേരൽ, ഇത്തരം ഒരു ഒരുമ ഒരുപാട് നമുക്ക് മനസ്സിന് സന്തോഷം കുളിർമയേറുന്ന കാര്യമാണ്. പിന്നെ പറയാനുള്ളത്, കാരണം ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഏതൊരു പ്രൊഫഷനായാലും ഇപ്പൊ പ്രവീൺ എനിക്ക് പേര് ശരിക്കും അറിയാം, പക്ഷെ ചേട്ടൻ പേര് പറഞ്ഞ പ്രവീണാന്നായി. ഏതൊരു പ്രൊഫഷനായാലും, ഏതൊരു മീഡിയ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫഷനായാലും ഒരുപാട് ചാലഞ്ചസ് ഉള്ളൊരു മേഖലകളാണ് എല്ലാം തന്നെ. നമ്മുടെ ഏതൊരു മേഖലയിൽ നമ്മളൊരു 100-ൽ 100 മാർക്ക്, 100-ൽ 100 മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ അതിന് ഉയർച്ച ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. എനിക്ക് ഈ ചങ്കുകളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സ്, എൻ്റെ വീടിന്റെ മുമ്പിൽ എനിക്ക് ഒരു 2 ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാർക്ക് 2 വയസ്സ് മൂത്ത ആൾക്കാർ. അദ്ദേഹത്തിന്റെ പേര് മനു എന്നാണ്, അനിയന്റെ പേര് വിനു എന്നാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 മിനിറ്റുള്ള വ്യത്യാസമുള്ളൂ. മനു, വിനു ഇവര് ഇരട്ടകളാണ്. അപ്പൊ എനിക്കറിയാം ഇവരുടെ മനസ്സ് എത്ര ശുദ്ധമുള്ളൊരു മനസ്സാണെന്ന്. കാരണം ഇവര് തിങ്കിങ് പോലും ഒരുമിച്ച് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ ഒരുമിച്ച് വെളിയിലിറങ്ങുന്നു, അമ്പലത്തിൽ പോകുന്നു, ഒരുമിച്ച് നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ്. അപ്പോ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ചോട്ടാ എന്താണ് ഇനി നിങ്ങളുടെ ഭാവി? കാരണം കല്യാണം, ഇവര് വക്കീലന്മാരാണ്, എറണാകുളത്ത് വളരെ പ്രമുഖരായ വക്കീലന്മാരാണ്. പ്രഭുചേട്ടൻ അറിയായിരിക്കും, മനുവിൽ നിന്നാണ് അവരുടെ പേരാണ്. എന്താ ഇനി ഭാവി, കല്യാണമൊക്കെ എങ്ങനെ? കൃഷ്ണ, ഞങ്ങൾക്ക് 2 ഇരട്ടകൾ വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിച്ചില്ല. ആ ഒരു വാശിപ്പുറത്ത് അവർ വെയിറ്റ് ചെയ്ത് 2 ഇരട്ട സുന്ദരി ചേച്ചിമാരെ, ലക്ഷ്മി പാർവതി എന്നത് 2 അവർക്ക് വേണ്ടി വാർത്തെടുത്തിരുന്ന ചേച്ചിമാരെ തന്നെ കിട്ടി. ഇപ്പൊ അവർ നന്നായിട്ട് ജീവിക്കുന്നു. കാരണം ഇതൊരു പ്രത്യേക ഒരു എന്താ പറയുന്നത്, ഒരു സുഖമാണ് ഈ ഇരട്ട എന്ന് പറയുമ്പോൾ തന്നെ. ഇവിടെ ട്രിപ്ലറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, അവരെ ഞാൻ കണ്ടില്ല. എവിടെയാണ് നോക്കിയിട്ട് കാണുന്നത്? അതിന്റെ കാഴ്ചക്കുഴപ്പാണെന്ന് അറിയില്ല. എവിടെ നിന്ന് കൈമുക്കി കാണിക്കാൻ പറ്റുമോ പ്ലീസ്? 3 പേരുണ്ടല്ലേ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? 3 അവിടെ. ഇനി വേറെ 3 ഉണ്ടോ?
അല്ല, അത് ആദ്യം കാണിച്ചതല്ലേ. 2 സെറ്റുള്ളൂ. അപ്പൊ ഇനിയും അടുത്ത ഉദ്ഘാടനത്തിന് 2 എന്നുള്ള 4 സെറ്റ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് ശരിക്കും അങ്ങ് ഒരു ഒത്തൊരുമയോടെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരണം. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ ഗ്രൂപ്പിൽ നമ്മുടെ സാധാരണ നമ്മുടെ ആൾക്കാരെ പോലെയുള്ള കുശുമ്പും പുന്നായ്മ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ ആസ് എ പേഴ്സൺ ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ കഴിവുകളും മുന്നോട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരള കൗമുദി കൊച്ചി യൂണിറ്റ് ചീഫ് പ്രഭു വാര്യർ അധ്യക്ഷനായിരുന്നു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റ് കൊച്ചി CI VK മധു, സൺറൈസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ പർവീൻ ഹഫീസ്, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, നാടക പ്രവർത്തകൻ ശ്രീമൂലനഗരം മോഹൻ, സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. That's the thing. You add beauty to it, and they are the stars today. Let's give them a big hand. None of us are there. Respected dignitaries on the dais, off the dais, and my dear friends. എനിക്ക് വലിയ സംസാരിക്കാനൊന്നും അറിയില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ ആളൊന്നും അല്ല. ഞാൻ വളരെ സാധാരണ. ഐ എം എ മദർ, ഐ എം എ ഗ്രാൻഡ് മദർ. ഏകദേശം ട്വിൻസ് തന്നെയാണ്. എൻ്റെ 2 പെൺകുട്ടികൾക്കും 2 മാസം വ്യത്യാസമുള്ള 2 ആൺകുട്ടികൾ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. മൂത്താൾക്ക് 3 മാസം. ഈസ് ബേബി ഖയാൻ. ദാറ്റ് മീൻസ് ഹീസ് എ കിങ്. ദ മീനിങ് ഇസ് കിങ്. ആൻഡ് ദ സെക്കൻഡ് വൺ നൂ. ബേബി നൂ ഇസ് നോ. ദ മീനിങ് ഇസ് എംപറർ. പുള്ളിക്ക് നൂ ഇസ് 20 days. അപ്പോൾ ഏകദേശം ഞങ്ങൾക്കും ഒരു ട്വിൻ സെറ്റ് വീട്ടിലുണ്ട്. ഇന്ന് വിളിച്ചപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹമുള്ളത് പ്രായമുള്ള ആൾക്കാരെ. എനിക്കും പ്രായമുണ്ട്, ഞാൻ ചെറുതൊന്നുമല്ല. അടുത്ത മാസം എനിക്ക് 53 വയസ്സാവും. പക്ഷെ എൻ്റെ മനസ്സിൽ ഐ എം ജസ്റ്റ് 16, ജസ്റ്റ് ക്രോസിങ് 16. ഐ ഹാവ് സോ മച്ച് ഓഫ് എനർജി ഇൻ മീ. അതാണ്. ഈവൻ 12 hours, 20 hours ഐ ക്യാൻ വർക്ക് മോർ ദൻ ദാറ്റ് ഹാപ്പിലി. അപ്പം ഐ ലവ് സീനിയർ പീപ്പിൾ, ഐ ലവ് ചിൽഡ്രൻ. കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഫ് ഐ വാസ് നോട്ട് എ വർക്കിംഗ് വുമൺ ഐ വുഡ് ഹാവ് സാറ്റ് അറ്റ് ഹോം വിത്ത് 12 children. ശരിയാ, പോപ്പുലേഷൻ ഇസ് ടു മച്ച്, ബട്ട് ഐ ലവ് ചിൽഡ്രൻ ആൻഡ് ഐ ലവ് വിമൻ. എനിക്ക് സ്ത്രീകളോടും ഭയങ്കര സ്നേഹവും ബഹുമാനവും. ഈ 3 കാറ്റഗറിയിൽ ആൾക്കാരെ ആരും ഉപദ്രവിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഒരു തരത്തിലും. ഐ ബീൻ വർക്കിംഗ് ഫോർ 30 years. ഐ എം ആൻ ഓൺടർപ്രണർ. 30 കൊല്ലം ഞാൻ ഓൺടർപ്രണർഷിപ്പ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഒരു കാരണവശാലും ബിസിനസ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ബിക്കോസ് ബിസിനസ് ഒക്കെ ആയിരിക്കും ഒരു തരത്തിൽ. ബിക്കോസ് ഒരുപാട് ആൾക്കാരെ കൊണ്ട് നടക്കാനുള്ളതാണ്. അതിലും ഉപരി ആ ഒരു മനസ്സ് വേണം, അല്ലേ? എംപത്തി, സ്നേഹം, ബഹുമാനം, റെസ്പെക്റ്റ്. 24 മണിക്കൂർ ജോലി ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവം സഹായിച്ച എൻ്റെ ഭർത്താവ് ഗൈനക്കോളജിസ്റ്റാണ്, ലാപ്രോസ്കോപ്പിക് സർജനാണ്, നന്നായി ഓപ്പറേഷൻ ചെയ്യും. എൻ്റെ 2 പെൺകുട്ടികൾ ഡോക്ടേഴ്സാണ്. എൻ്റെ ചെറിയ മോള് മാനേജ്മെൻറ്റിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ സുഖമായിട്ടിരിക്കാം. പക്ഷെ ഇല്ല, എനിക്ക് എൻ്റെ ജോലി, എനിക്ക് എൻ്റെ സൺറൈസ് എൻ്റെ ഫസ്റ്റ് ബേബിയാണ്. എൻ്റെ 3 മക്കളിനേക്കാളും ഉപരി അവരെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ അവർക്കും വേണ്ടി എന്തും ചെയ്യും. പക്ഷെ സൺറൈസും എൻ്റെ സ്റ്റാഫും എൻ്റെ ഡോക്ടേഴ്സും അത് എൻ്റെ ജീവിതമാണ്, ഇല്ലേ? അവിടെ വരുന്ന ഓരോരാൾക്കാരും അവിടെ സ്റ്റെപ്പിൻ ചെയ്യുന്ന ആരും സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് വരുമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ സൺറൈസിൽ ഇപ്പോൾ സാറ് പറയുന്നത്, സാറും വരാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വീട്ടിൽ വരുന്ന പോലെ ആയിരിക്കണം, അല്ലേ? എന്തിനൊരു ആശുപത്രി പോലെ ആയിരിക്കണം, ഇല്ലേ? ശരിയാ, ഡോക്ടർമാരെ ചികിത്സയാണ്. പക്ഷെ അതിലുപരി അവിടെ നിന്ന് സെക്യൂരിറ്റി മുതൽ ചെയർമാൻ മുതൽ എല്ലാ ഡോക്ടറും ചിരിച്ച് അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം, ഈവൻ ഒരു ഫോൺ പോലും എടുക്കുമ്പോഴും ഞാൻ പറയും ചിരിച്ചു വേണം ഫോൺ എടുക്കാൻ, ഇല്ലേ? ചിരിച്ചു പോലും ഫോൺ. അതുപോലെ ഞങ്ങളാണെങ്കിലും ഇരട്ട വിസ്മയത്തിൽ സംഗമിച്ച മുഴുവൻ ഇരട്ടകൾക്കും വിശിഷ്ട വ്യക്തികൾ ചേർന്ന് മെമന്റോ നൽകി. ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെ സായി ശങ്കര ശാന്തി കേന്ദ്രവും ആദരിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു.
എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.